കെ ടി ജലീൽ പി കെ ഫിറോസിനെതിരെ നിരന്തര ആരോപണങ്ങൾ ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ പറ്റി പരാമർശിച്ച കാര്യം ചോദിച്ചപ്പോൾ വെള്ളാപ്പള്ളി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആദ്യം ഒന്ന് ഉത്തരം മുട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്, ആ ഒരു ഇരുത്തമൊക്കെ കണ്ടിട്ട്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മലപ്പുറത്തെ പറ്റിയല്ല, അല്ലെങ്കിൽ മലപ്പുറത്തെ മുഴുവൻ ആളുകളെയും പറ്റിയല്ല, യൂത്തിനെ പറ്റി അല്ലെങ്കിൽ യൂത്ത് ലീഗിനെ പറ്റിയാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവരെല്ലാ സമയത്തും ഈ ഇടതുപക്ഷം എന്തിനാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്? അല്ലെ, കെ ടി ജലീൽ എന്ന് പറയുന്നത് നമുക്കറിയാം, മുസ്ലിം ലീഗിൽ നിന്നും ഒരു റിവോൾട്ട് ഉണ്ടാക്കി അവിടെ യുവ നേതാക്കളെ ഒന്നും വളർത്തിക്കൊണ്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ, അന്നത്തെ നേതാവ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു റിവോൾട്ട് ഉണ്ടാക്കിക്കൊണ്ട് പുറത്തു വന്ന് 2006 അദ്ദേഹത്തെ അട്ടിമറിച്ച് അവിടെ നിന്നും ഒരു വലിയൊരു ഹീറോ ആയിട്ട് മാറിയ വ്യക്തിയാണ്. അപ്പോൾ പല പുഴുക്കുത്തുകളെ തുറന്നു കാട്ടാനൊക്കെ എന്നും തയ്യാറായിട്ടുള്ള, സമൂഹത്തിലെ പല സമുദായങ്ങളിലെയും ഒക്കെ ആണെങ്കിലും തെറ്റുകളൊക്കെ തന്നെ തുറന്നു പറയുകയും അവരെ തിരുത്താനൊക്കെ ശ്രമിക്കാം, ആ രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു നേതാവാണ് കെ ടി ജലീൽ എന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം CPM ഒരു സ്വതന്ത്ര MLA ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഒരു ഗുണം അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ ഒരു ചാനലിലെ ഒരു ഇന്റർവ്യൂവിലാണ് ഇതുമായി ബന്ധപ്പെട്ട, വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് വരുന്നത്. അപ്പോൾ അദ്ദേഹം അതിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ട്, അദ്ദേഹം ദീർഘശ്വാസമൊക്കെ എടുത്തില്ല, യോഗയൊക്കെ ചെയ്യുന്ന പോലെ ദീർഘശ്വാസമൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം അതിനൊക്കെ മറുപടി പറയുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുന്നിലാണ്. അദ്ദേഹം അവിടെ മലപ്പുറത്ത് ചെന്ന് SNDP ഒരു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത്, ഇതൊരു പ്രത്യേക രാജ്യമാണ്, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സംസ്ഥാനമാണ്, ഇവിടെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വയ്യ, ഒന്ന് ശ്വസിക്കാൻ പോലും പറ്റത്തില്ല, തിങ്ങി ഞെരുങ്ങിയൊക്കെ തന്നെയാണ് ഞങ്ങൾ ഈ പറയുന്ന ന്യൂനപക്ഷം. അദ്ദേഹം അവിടുത്തെ ആ ജില്ലയിലെ ന്യൂനപക്ഷമായിട്ട് കാണുന്നത് ഈ പറയുന്ന ഈഴവരെ പോലെയുള്ള സമുദായത്തെയാണ്, ഹിന്ദു സമുദായത്തെയാണ്. അവിടെ ന്യൂനപക്ഷങ്ങളാണല്ലോ അവർ. അപ്പോൾ ഞങ്ങൾ ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടി ഇവിടെ ജീവിക്കുകയാണ്. ഈ പറയുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ പ്രയോജനമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല, ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടില്ല. അയാൾ പറയുന്ന കാര്യങ്ങളാണ്. സ്വാതന്ത്ര്യം കിട്ടി നമുക്ക് 75 വർഷം കഴിയുന്നു, അതിന്റെ ഒരു ഗുണവും മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഇവിടുത്തെ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ സ്വാതന്ത്ര്യമില്ലാതെയാണ് ഈ മലപ്പുറം ജില്ലയിൽ കഴിയുന്നത്. അങ്ങനെ ആ മലപ്പുറം ജില്ല, നമുക്കറിയാമല്ലോ, മലപ്പുറം ജില്ല ഒരു പ്രത്യേക സമുദായത്തിന്റെയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക രാജ്യമാണ്, ഒരു പ്രത്യേക സംസ്ഥാനമാണ് എന്നൊക്കെ പറയുമ്പോൾ ആരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. അത് മുസ്ലിം സമുദായത്തിന് എതിരായിട്ടുള്ള ഒരു പ്രസംഗമാണ് എന്നുള്ള വലിയ വിമർശനം ഉയർന്നു. അത് വിമർശനം മാത്രമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. അത് അങ്ങനെയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ട് തൊട്ടു പിന്നാലെ അദ്ദേഹം വീണ്ടും ഈ വിമർശനങ്ങളൊക്കെ ഉയർന്നപ്പോൾ അതിന് മറുപടിയായിട്ട് അദ്ദേഹം വീണ്ടും കൊല്ലത്ത് നടന്ന അദ്ദേഹത്തിന് ഇതുപോലെ സ്വീകരണം കൊടുത്ത ഒരു പരിപാടിയിൽ അന്ന് മന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. അദ്ദേഹം അന്നും ഇത് അടിവരയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം പറയുന്നത്, മലപ്പുറത്ത് എന്ന് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞാൽ എൻ്റെ പെടലി പോകുമെങ്കിൽ അങ്ങ് പോകട്ടെ, എനിക്ക് 88 വയസ്സായി, അടുത്ത വർഷം 89 വയസ്സാകും പെട്ടെന്ന് തന്നെ. അപ്പം ഞാൻ ഇനി കൂടുതൽ അധികാര സ്ഥാനങ്ങളൊന്നും തന്നെ ആഗ്രഹിക്കുന്ന ഒന്നുമില്ല, അതുകൊണ്ട് എൻ്റെ പെടലി അങ്ങനെ മുസ്ലിങ്ങളെ, മലപ്പുറത്ത് എന്ന് മുസ്ലിങ്ങളെ പറഞ്ഞാൽ അങ്ങനെ പോകുമെങ്കിൽ അങ്ങ് പോകട്ടെ, അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ് അവിടെ. അപ്പോൾ അദ്ദേഹം ആരെയാണ് പറഞ്ഞതെന്നുള്ളത് അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ പറഞ്ഞതിനെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ വന്നിട്ട് അദ്ദേഹം മലപ്പുറത്തെ കുറിച്ചല്ല, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ കുറിച്ചല്ല പറഞ്ഞത്, മുസ്ലിം ലീഗിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ യൂത്ത് ലീഗിനെ കുറിച്ചാണ് എന്നൊക്കെ പറയുന്നത് തികഞ്ഞൊരു അസംബന്ധമാണ്. അതാണ് ഇന്നലെ കെ ടി ജലീൽ ഏറ്റുപിടിച്ചത്. കെ ടി ജലീൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പോലെ വലിയ രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് അദ്ദേഹം ഈ പറയുന്ന പോലൊരു അബദ്ധത്തിൽ ചെന്ന് പെട്ടത്. അദ്ദേഹം ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണത്തില്ലായിരിക്കാം ഇങ്ങനെ ഒരു കാര്യം. മലപ്പുറത്ത് അദ്ദേഹത്തോട് ചോദിക്കാൻ കാരണം, അദ്ദേഹം മലപ്പുറത്ത് നിന്നുള്ള ഒരു CPM പിന്തുണയോടെ ജയിച്ച ഒരു MLA ആണ്. അദ്ദേഹത്തിന്റെ സമുദായം, അദ്ദേഹം ഉൾപ്പെടുന്ന സമുദായത്തെയാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു സമുദായത്തിന്റെ നേതൃത്വ നിരയിൽ കഴിഞ്ഞ 30 വർഷത്തിലധികമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അധിക്ഷേപിച്ചത്. ആ അധിക്ഷേപം അദ്ദേഹത്തിന് ഒരു അധിക്ഷേപമായിട്ട് തോന്നുന്നില്ല, അത് മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞ അധിക്ഷേപമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത് എന്നതിൽ നമുക്ക് ദുഃഖിക്കാനേ നിർവാഹമുള്ളൂ. എന്തായാലും അഭിമുഖത്തിൽ അദ്ദേഹം ശരിക്കും ഇതിനെ, വെള്ളാപ്പള്ളിയെ വെളുപ്പിച്ചെടുക്കാൻ ശരിക്കും അദ്ദേഹം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ വിഷയം പറഞ്ഞ പോലെ കെ ടി ജലീൽ നിരന്തരം PK ഫിറോസുമായിട്ടൊരു യുദ്ധത്തിന് സമാനമായ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ആരോപണം ഉന്നയിക്കുന്നു, ഫേസ്ബുക്ക് വഴിയായിരിക്കാം, തിരിച്ച് ഫിറോസ് അതിനെ പ്രതിരോധിക്കുന്നു. അപ്പോൾ എന്താണ് ഈ യൂത്ത് ലീഗിനെ ടോർച്ചർ ചെയ്യുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ യൂത്ത് ലീഗിനെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ ഇപ്പൊ ജലീൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? യൂത്ത് ലീഗ് എന്നുള്ളതല്ല, അയാള് ഈ ജലീല് വ്യക്തിഹത്യ നടത്തുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു അത്തരം ഒരു നേതാവാണ്. നമ്മൾ നേരത്തെ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഒരു വ്യക്തിയെ ഇഷ്ടമില്ലാതെ വന്നു കഴിഞ്ഞാൽ അവരെ എയിം ചെയ്തുകൊണ്ട്, അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള ഒരു പേഴ്സണൽ അറ്റാക്ക് നടത്തുക,
ആ രീതിയിലാണ് ഈ ജലീലെ കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിലൊക്കെ തന്നെ പി കെ ഫിറോസിനെ യൂത്ത് ലീഗിലെ പുഴുക്കുത്ത് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. എന്തർത്ഥത്തിലാണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ദുബായിലെ ജോലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട് വെച്ചത്, പുതിയൊരു വീട് അദ്ദേഹം വെച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കുറെ തെളിവുകൾ പുറത്തുവിടുകയും കുറെ അവകാശവാദങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും ആ രീതിയിലൊക്കെ തന്നെ പി കെ ഫിറോസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് പി കെ ഫിറോസ് അതിനൊക്കെ തന്നെ വ്യക്തമായ മറുപടി കൊടുത്തിട്ട് ഈ കെ ടി ജലീലുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. ഈ ജലീലിന് ഈ പി കെ ഫിറോസുമായിട്ട് മറ്റൊരു ബന്ധം കൂടിയുണ്ട് കേട്ടോ, ഈ വൈരാഗ്യം വരാനായിട്ട്. നേരത്തെ 2019 കാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നല്ലോ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അത് അവസാന കാലഘട്ടത്തിലാണ്, 21-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹത്തിന് ആ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അത് സുപ്രീം കോടതിയുടെ കർശനമായ ഒരു വിമർശനം ആ വിഷയത്തിലുണ്ടായത്. ലോകായുക്തയാണ് അതുമായി ബന്ധപ്പെട്ട് ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വന്നത്. ലോകായുക്ത പറഞ്ഞു അത് രാജിവെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ ഒരു ദേഷ്യം, പക കെ ടി ജലീലിന് പി കെ ഫിറോസിനോട് ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പി കെ ഫിറോസ് ജലീലിന് തനിക്കെതിരായ ആരോപണങ്ങൾക്ക് മറുപടി കൊടുത്തിട്ട് അദ്ദേഹം ഈ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലിലെ അഴിമതി, ഏതാണ്ട് 17 കോടിയോളം അഴിമതിയാണ് പി കെ ഫിറോസ് ഉന്നയിക്കുന്നത്. ആ അഴിമതി പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇങ്ങനെ ഞാൻ പുറത്തു കൊണ്ടുവരും, അഴിമതി പുറത്തു കൊണ്ടുവരും ജലീലിനെതിരായിട്ടുള്ള എന്ന് പറഞ്ഞ അദ്ദേഹം അതിന്റെ തെളിവുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതിന് ബദലായിട്ട് ഈ കെ ടി ജലീല് അത് UDF സർക്കാരിന്റെ കാലത്ത് നടന്നതാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് ചില എന്താ പറയുക തെളിവുകൾ പുറത്തുവിട്ടു. പക്ഷേ അതൊക്കെ തന്നെ ഖണ്ഡിച്ചുകൊണ്ടാണ് പി കെ ഫിറോസ് അതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടുന്നത്. മാത്രവുമല്ല ഇന്ന് പി കെ ഫിറോസ് അതുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ സന്ദേശം തന്നെ, ടെലിഫോൺ ശബ്ദം, ഈ കെ ടി ജലീൽ മറ്റൊരു ആളുമായിട്ട് നടത്തിയ സംഭാഷണത്തിന്റെ ഒരു കുറച്ച് ശബ്ദ സന്ദേശം പുറത്തുവിട്ടിട്ടുണ്ട്. അതിനകത്ത് മറ്റേയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, താങ്കൾ പുറത്തുവിട്ട സാധനം അങ്ങോട്ട് കത്തിയില്ലല്ലോ, AC ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മറുവശത്ത് കെ ടി ജലീൽ അതിന് മറുപടി പറയുന്നത് അതൊക്കെ കത്തിക്കുള്ളൂ, ഇപ്പോൾ ഈ സംഭവം നാളെ റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുക്കാൻ പോവുകയാണ്, ഓള് കത്തിച്ചോളൂ ഇത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പി കെ ഫിറോസിനെതിരായ തന്റെ പോരാട്ടം അത് ഇതുവഴി എങ്ങനെ കൊട്ടേഷൻ കൊടുത്തു, ഒരു ചാനലിന് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ടറിനെയാണ് അയാള് വിശ്വസിക്കുന്നത്. ഒരു പാർട്ടിയുടെ മുഖപത്രം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചാനലായിട്ട്, പാർട്ടി ചാനലായിട്ട് കെ ടി ജലീൽ കാണുന്നത് റിപ്പോർട്ടർ ചാനലിനെയാണ്. അപ്പോൾ അത് ചാനൽ ഏറ്റെടുത്തിട്ടുണ്ട്, അവർ നാളെ തൊട്ട് കത്തിച്ചോളുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളിലൊക്കെ നീക്കം നടത്തുന്നത്. മറുവശത്ത് പി കെ ഫിറോസ് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ രേഖകളും പുറത്തുവിടുകയാണ്. നേരത്തെ 2019 എന്ന് പറയുമ്പോൾ പിണറായി സർക്കാർ അധികാരത്തിലേറിയിട്ട് 3 വർഷത്തോളം ആകുന്നു. ആ സമയത്ത് അദ്ദേഹം പ്രസംഗങ്ങളിലൊക്കെ നടത്തിയ അദ്ദേഹത്തിന്റെ തന്നെ ആ പ്രസംഗം കൂട്ടി ചെയ്തുകൊണ്ട് വന്ന പത്ര ക്ലിപ്പിങ്ങുകൾ അദ്ദേഹം അന്ന് 2019 അദ്ദേഹം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഉൾപ്പെടെ പി കെ ഫിറോസ് പുറത്തുവിടുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് നമ്മൾ ഈ മലയാള സർവകലാശാലയ്ക്ക് വേണ്ടിയുള്ള ഭൂമി ഉടൻ ഏറ്റെടുക്കും എന്നാണ് പറയുന്നത്. അതിന് അനുമതി കിട്ടി ഉടൻ ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള കെ ടി ജലീൽ 2019 മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരു റിപ്പോർട്ട് ചെയ്തൊരു മാധ്യമത്തിന്റെ, ഒരു പത്രത്തിന്റെ, പ്രധാനപ്പെട്ട മനോരമയുടെ ഇത് തന്നെയാണ് ക്ലിപ്പിംഗ്. അദ്ദേഹം മനോരമയിൽ ആ വാർത്ത വന്നുവെങ്കിൽ എങ്ങനെ 2016 ഏപ്രിൽ മാസത്തിൽ അധികാരത്തിൽ നിന്നൊഴിഞ്ഞ ഈ പറയുന്ന കെ ടി ജലീൽ അവകാശപ്പെടുന്ന പോലെ UDF സർക്കാർ എങ്ങനെ ഈ പറയുന്ന ഭൂമി ഏറ്റെടുത്തത് എന്ന ചോദ്യം വരുന്നുണ്ട്. 2016 ഏറ്റെടുത്തുവെങ്കിൽ 2019 വീണ്ടും ഈ പറയുന്ന കെ ടി ജലീൽ താൻ ഭൂമി ഏറ്റെടുക്കുമെന്ന് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തെളിവായിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് നിയമസഭയിൽ കൊണ്ടുവരട്ടെ, അവിടെ വെച്ച് മറുപടി പറയാന്നൊക്കെയാണ് പറയുന്നത്. നിയമസഭയിൽ പറയുന്നതല്ലോ, നിയമസഭയിൽ പറയുന്നത് വേറെ കാര്യം. അദ്ദേഹം ഇതിന് വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കണം. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ കെ ടി ജലീലിനെതിരെ ഇങ്ങനെ പുറത്തുവിടാനായിട്ട് പി കെ ഫിറോസ് തയ്യാറാകുന്നുണ്ട്. അതിന്റെ ഒരു ചുരുക്കമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ ആ അഭിമുഖം, അദ്ദേഹം ഈ ചാനലിന് കൊടുത്ത ഒരു അഭിമുഖം അദ്ദേഹത്തെ കൂടുതൽ മുഖം വികൃതമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ആ സമുദായത്തിനിടയ്ക്ക്, മലപ്പുറത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം, MLA ആണ് അദ്ദേഹം. അപ്പോൾ താൻ കൂടി പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തെ അങ്ങേയറ്റം അവഹേളിച്ച് അപമാനിച്ച് ഒരു വ്യക്തിയെ തള്ളിപ്പറയാൻ ഉള്ള ചങ്കൂറ്റം, മറ്റെല്ലാ വിഷയങ്ങളിലും ശക്തമായ നിലപാടെടുക്കുന്ന കെ ടി ജലീലിന് ആ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം
ദുർബലനായിരിക്കുന്നു. അത് നിലവിലെ CPM-ന്റെ നിലപാടിന്റെ ഭാഗമാണ്. കാരണം പിണറായി വിജയൻ ഈ പറയുന്ന വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ ആഴ്ചയെ ചെന്ന തലയിൽ കിരീടവും വെച്ച് ഷോളും അണിയിച്ച് പുകഴ്ത്തിയും ഒക്കെ തന്നെ ഇങ്ങനെ ആദരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിലുള്ള വെള്ളാപ്പള്ളി നടേശനെ, മുഖ്യമന്ത്രി കൊണ്ടു നടക്കുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ എന്തെങ്കിലും മിണ്ടിയാൽ പിന്നീട് തന്റെ അവസ്ഥ എന്താകുമെന്ന് KT ജലീലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വല്ലാത്തൊരു ദുരവസ്ഥയിലാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇന്നലെ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന് വളരെയധികം കഷ്ടപ്പെട്ട് ന്യായീകരിക്കേണ്ട ഒരു ഗതികേട് വന്നത്.